എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഭജനമാലയിൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ഭദ്രകാളി ക്ഷേത്രമായ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ അമ്പലത്തിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രതീക്ഷയുടെ മണികൾ മുഴങ്ങുന്നൊരു അമ്പലം എന്ന് നമുക്ക് പറയാം. സാധാരണ മണികെട്ടമ്പലം എന്ന പേരിൽ വളരെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശത്തു നിന്ന് പോലും ഈ അമ്പലത്തിൻ്റെ മഹിമയെക്കുറിച്ചറിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്. കടലിൻ്റെയും അതുപോലെ കായലിൻ്റെയും നടുക്കായിട്ടും സുനാമി തിരമാലകളെ ശക്തമായിട്ട് അതിജീവിച്ചൊരു അമ്പലമാണ്. കാര്യം തൊട്ടു പിന്നിൽ കടലാണ്. കടലിൻ്റെ രാക്ഷസ തിരമാലകളൊക്കെ ആർത്തു പൊങ്ങി വന്നെങ്കിലും അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് അതെല്ലാം ശാന്തമായി എന്നാണ് പറയുന്നത്. അമ്പലത്തിനൊരു പോറൽ പോലും ഏൽക്കുകയോ അവിടുത്തെ വെള്ളത്തിൽ 5 കിണറുകളുള്ള ആ അമ്പലത്തിലെ വെള്ളത്തിലൊന്നും ഉപ്പുരസം കലരുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതമായിട്ട് തന്നെ ആ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും ഇവിടെ എത്തിപ്പെടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും കരുനാഗപ്പള്ളി റൂട്ടിലേക്ക് ബസ്സുകളുണ്ട്. ആ ബസ്സിലിറങ്ങി ശങ്കരമംഗലം ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് ഓട്ടോ, ചെറിയ തുകയേ ഉള്ളൂ, ഓട്ടോ ഉണ്ട്, ബസ്സുണ്ട്. അമ്പലത്തിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഇനി വടക്കൻ ജില്ലകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ കായംകുളം, കരുനാഗപ്പള്ളി 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകളും നിർത്തും. കായംകുളം ബസ് സ്റ്റാൻഡ് അടുത്താണ്. അവിടുന്ന് എപ്പോഴും ഈ ഭാഗത്തേക്ക് വണ്ടിയുണ്ട്. ചില ട്രെയിനുകൾ മാത്രമേ കരുനാഗപ്പള്ളിയിൽ നിർത്തുള്ളൂ. അപ്പോൾ ആ ട്രെയിൻ ഏതാണെന്ന് നോക്കിയിട്ട് കയറുക. ആ ഡെസ്റ്റിനേഷൻ ഒന്നുകിൽ കരുനാഗപ്പള്ളി, ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കരുനാഗപ്പള്ളിയാണ്. അവിടെ നിന്ന് വളരെ എളുപ്പമാണ് എത്താനായിട്ട്. കായംകുളം കുറച്ചും കൂടെ ദൂരെയാണ്. പക്ഷേ എല്ലാ ട്രെയിനും കരുനാഗപ്പള്ളിയിൽ നിർത്താത്തത് കൊണ്ട് കായംകുളത്ത് ഇറങ്ങി വരുന്ന അങ്ങനത്തെ ട്രെയിനുകളിൽ വരുന്നവർ അത് ശ്രദ്ധിക്കുക. ബസ് എപ്പോഴും ബസ് സർവീസ് അവൈലബിൾ ആണ്. കൊല്ലത്തേക്ക് പോകുന്ന ബസ്സുകൾ, കായംകുളം കൊല്ലം റൂട്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്തേക്ക് പോകുന്ന ബസ്സുകളെല്ലാം തന്നെ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിർത്തും. അപ്പോൾ നമുക്ക് യാത്രയ്ക്ക് യാതൊരു അസൗകര്യങ്ങളും ഇല്ല. ഇനി ഓട്ടോയിലോ ബസ്സിലോ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് കണക്ട് ചെയ്ത് ബസ്സുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട്. ഇതിൽ രണ്ടിലും എത്തിക്കഴിഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ജങ്കാർ സർവീസുകൾ നിങ്ങളെ കാത്തു നിൽക്കും. TS കനാലിൻ്റെ അപ്പുറത്തെ വശത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ ആ TS കനാൽ ക്രോസ് ചെയ്ത് പോകാനായിട്ട് അവിടെ പാലങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. ജങ്കാർ സർവീസാണ് ആശ്രയിക്കുന്നത്. കടത്തുവള്ളങ്ങളും ഉണ്ട്. പക്ഷേ മനോഹരമായൊരു യാത്രയാണ് ജങ്കാറിലൂടെയുള്ള ആ യാത്ര. ഭയങ്കര നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു യാത്രയാണ്. ജങ്കാറ് കയറി മറുകര ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കുമ്പോൾ അമ്പലം നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ മണൽപ്പരപ്പിലൂടെ കുറച്ച് നേരം നടന്ന് നമ്മൾ ആ അമ്പലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളവിടെ വരവേൽക്കുന്നത്. ദാരികനെ നിഗ്രഹിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അമ്പലത്തിലെ ശ്രീകോവിലേക്ക് നോക്കി തൊഴുതു കഴിഞ്ഞാൽ നമ്മളെ നോക്കിച്ചിരിക്കുന്ന, വാത്സല്യത്തോടെ നമ്മളെ നോക്കിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ ഭാവമാണ് ദേവിക്കുള്ളത്. ഒരിക്കലും ഒരു ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായിട്ട് നമുക്ക് തോന്നുകയേയില്ല. വാസ്തവമായിട്ടും വളരെ കരുതലോടെ തന്നെ ആശ്രയിക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹം ചൊരിയുന്ന ഭാവത്തിൽ, കരുണയുടെ മൂർത്തിമത് ഭാവമായിട്ട് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന രൂപത്തിലാണ് ദേവി അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നിറയെ തെച്ചിമാലകളും മുല്ലമാലകളും തുളസിമാലകളും ഒക്കെ ആയിട്ട് എല്ലാത്തരം പൂക്കളൊന്നും അവിടെ സ്വീകരിക്കുകയില്ല. പ്രത്യേകതരം പൂക്കൾ മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ച് വലിയ വലിയ ഹാരങ്ങളുണ്ടാക്കി ആ ഹാരങ്ങളാൽ ഇങ്ങനെ പൊതിഞ്ഞ് ആഭരണങ്ങളൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി ഭക്തജനങ്ങളെ നോക്കി അങ്ങനെ അനുഗ്രഹവർഷം ചൊരിയുന്ന രൂപത്തിലാണ് ദേവിയുടെ ആ പ്രതിഷ്ഠയുള്ളത്. നമ്മളവിടെ നോക്കി നിന്നു പോകും. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്. എത്ര പ്രാവശ്യം പോയാലും നമുക്ക് മതി വരില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ദൂരെ നിന്ന് വരുന്നവർക്കായാൽ പോലും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും ആ അമ്പലത്തിലേക്കുള്ള ആ ഒരു ദർശനം. ഇനി അവിടെ ഒരു പ്രധാനപ്പെട്ടൊരു വഴിപാടെന്ന് പറയുന്നത് മണി കെട്ടുന്നതാണ്. ഒരു മണി കെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന ചടങ്ങ്. ഈ ഒരു മണി കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതും. ഈ മണികെട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊരാഗ്രഹം നമ്മൾ ദേവിയോട് പറയുകയാണ്. എൻ്റെ മനസ്സിൽ ഇതുപോലൊരാഗ്രഹമുണ്ട്, ആ ആഗ്രഹം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 7 മണി കെട്ടാൻ നേർച്ച നേർന്നിട്ടുണ്ട്. അപ്പോൾ
ഞാൻ 7 മണി കെട്ടുമ്പോഴേക്ക് അമ്മ എൻ്റെ ആഗ്രഹം നടത്തി തരണം എന്നൊരു സങ്കല്പം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ഈ കാണുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആൽമരത്തിൽ 7 പ്രാവശ്യം വലം വെച്ച് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് തരുന്ന മണി 7 പ്രാവശ്യം ഈ ആൽമരത്തിന് വലം വെച്ച് നമ്മൾ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കെട്ടുന്നു. അത് 7 ആഴ്ചയോ ചിലപ്പോൾ 7 മാസമോ അങ്ങനെ എത്രയോ 7 അതിൻ്റെ സംഖ്യ. ചിലർക്ക് എല്ലാ ആഴ്ചയും വന്ന് കെട്ടാൻ പറ്റും, ചിലർക്ക് മാസത്തിലൊരിക്കലേ വരാൻ പറ്റുള്ളൂ. അത് ഭക്തജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മണി കെട്ടിയ ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു പൊങ്കാലയുണ്ട്. ഈ പൊങ്കാലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് പൊങ്കാലയിടാം, അതല്ല മണി കെട്ടിയ ശേഷം നമുക്ക് പൊങ്കാലയിടാം. അതിനങ്ങനെ നിബന്ധനകളൊന്നുമില്ല. മണി കെട്ടുന്നത് തലേ ദിവസം വ്രതമെടുത്ത് വന്ന് പിറ്റേ ദിവസം അമ്പലത്തിൽ രാവിലെ വന്നാൽ തിരക്കില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 8:30-9 മണിയാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ആ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് വന്നാൽ തിരക്കില്ലാതെ കെട്ടാമെന്നേ ഉള്ളൂ. പക്ഷേ 12 മണി വരെ അമ്പലം തുറന്നിരിക്കും. അമ്പലം തുറന്നിരിക്കുന്ന സമയത്തെല്ലാം പൊങ്കാലയും മണികെട്ടലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മണി കെട്ടിയ ശേഷം നമുക്ക് വേണമെങ്കിൽ 7 ആഴ്ച കഴിഞ്ഞ് 8ാമത്തെ ആഴ്ച പൊങ്കാലയിടാം. അല്ലെങ്കിൽ നമ്മൾ എന്താഗ്രഹമാണോ മനസ്സിൽ പറഞ്ഞത് അത് അപ്പോഴേക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനുശേഷം പൊങ്കാലയിടാം. ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ ആഗ്രഹസാധ്യത്തിന് മണി കെട്ടിയിട്ടുണ്ട്. പക്ഷേ മണി കെട്ടി തീരുന്ന സമയം തന്നെ ഞാൻ പൊങ്കാലയും ഇട്ടിട്ടുണ്ട്. പിന്നെ മണി കെട്ടാൻ പോകാം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പിന്നെ സാധിച്ചില്ല. പക്ഷേ എങ്കിലും കാട്ടിൽ മേക്കതിൽ അമ്മ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയാലും വൈകുന്നേരത്തായാലും എപ്പോഴും ഇവിടെ അമ്പലം തുറന്നിരിക്കുന്നു, അപ്പോഴെല്ലാം ഇവിടെ പൊങ്കാല നടക്കാറുണ്ട്. പൊങ്കാല ഇടാനായിട്ട് പ്രത്യേക ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അമ്പലം തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം അടുപ്പിൽ ഇങ്ങനെ പൊങ്കാല നിവേദ്യം പാകമായിക്കൊണ്ടേയിരിക്കും. പാകമാകുന്നതനുസരിച്ച് തിരുമേനി വന്ന് അത് പൂജിച്ച് പ്രസാദമായി നമുക്ക് തരുമ്പോൾ നമ്മളത് പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചുറ്റും ആൾക്കാർ വരും. ഈ പ്രസാദത്തിൽ ഒരു പങ്ക് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. ഈ കാണുന്നതാണ് ആ പൊങ്കാല ഇടുന്ന സ്ഥലം. അപ്പോൾ ആ ഒരു പൊങ്കാല തിളച്ച് ആ നിവേദ്യമായിട്ട് ആൾക്കാർ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് അവർക്ക് ചുറ്റും അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ കൂടും. അവർക്കെല്ലാം ഒരു വാഴയിലക്കീറിൽ കുറച്ച് പ്രസാദം കൊടുക്കും. അങ്ങനെ ഈ പൊങ്കാല ഇടുന്ന ആളിന് അത്യാവശ്യം വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അവരെടുത്ത് മാറ്റി വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആ പൊങ്കാലയിട്ട പ്രസാദം മുഴുവൻ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് കൊണ്ടുപോവുക. സാധാരണ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ ആറ്റുകാൽ എല്ലാവരും പൊങ്കാല ഇട്ടു നമ്മൾ കൊണ്ടുവരുമല്ലോ, വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു രീതി അല്ല ഇവിടെ. ഇവിടെ പൊങ്കാല ഇടുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും വീട്ടിൽ കൊണ്ടുപോവുക. രാവിലെ എൻ്റെയൊക്കെ അനുഭവമാണ്, ഞാൻ 2 പ്രാവശ്യം പൊങ്കാല ഇട്ടു. ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ കൊടുക്കാൻ വേണ്ടി വളരെ കുറച്ച് കരുതി വെച്ചിട്ട് ബാക്കി നമ്മൾ അവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കലാണ് പതിവ്. പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് മണികെട്ടലും അതുപോലെ തന്നെ പൊങ്കാലയിടലും. അതുപോലെ വേറൊരു വഴിപാട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഗുരുതി പൂജയുണ്ട്. അവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രമേ നടത്തുള്ളൂ. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനൊക്കെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഗുരുതി പൂജ അവിടെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാട് കാളി കവചം ചൊല്ലിയ ചരട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ചെറിയ കുഞ്ഞുങ്ങൾ പേടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ഏകാഗ്രത ഉണ്ടാവാനും വീട്ടിൽ എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനുമൊക്കെ ഈ കാളി കവചം കൊണ്ട് ജപിച്ച ആ ചരട് വളരെ നല്ലതാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഒരു അമ്പല ദർശനം നടത്താം. അതോടൊപ്പം തന്നെ നിറഞ്ഞ ഭക്തിയിൽ നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുകയും ചെയ്യാം. വളരെ ആചാരപരമായിട്ട് വളരെ പെരുമകളുള്ളൊരു അമ്പലമാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. വളരെ എളുപ്പമാണ് എത്തിച്ചേരാൻ. ഏത് ജില്ലയിൽ നിന്ന് വരുന്നവർക്കായാലും ചിലപ്പോൾ ദൂരം ഒരു ദിവസമൊക്കെ നമ്മൾ തങ്ങേണ്ടി വരുമായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ മനുഷ്യായുസ്സിൽ ഒരിക്കലെങ്കിലും വന്നൊന്ന് ദർശനം നടത്തേണ്ട അമ്പലമാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കൃത്യമായിട്ട് അന്നദാനം മുടങ്ങാതെ നടക്കാറുണ്ട്.